Good evening, my dear ones. Let's move on to the next chapter from the textbook, Crossing the Borders, Malayalam Literature and English Translation. Take page number 141, 141. There you can see the poem Lion Hunters, written by D. Vinay Chandran. D. Vinay Chandran's poem Lion Hunters. On page number 142, you can see an introduction about the writer and also about the poem. Let's read it. D. Vinay Chandran, who was born in 1946 and who passed away in 2013, was a proponent of modernism in Malayalam poetry. So D. Vinay Chandran എന്ന് പറയുന്ന ഒരു കവി, അദ്ദേഹം 1946 ജനിച്ചു, 2013 മരണപ്പെട്ടു. അദ്ദേഹത്തെ എന്താണ് ഒരു പ്രൊപ്പണന്റ് ഓഫ് ഒരു വക്താവാണ്. പ്രൊപ്പണന്റ് മീൻസ് സപ്പോർട്ടർ അല്ലെങ്കിൽ വക്താവ് പ്രൊപ്പണന്റ് ഓഫ് മോഡേണിസം ഇൻ മലയാളം പോയട്രി. മലയാളം കവിതയിലെ ആധുനികതയുടെ ഒരു വക്താവായിരുന്നു ആര്? ഡി വിനയചന്ദ്രൻ. And this poem, he makes use of the popular fable of the lion and the rabbit to deal with the questions of mortality, art and eternity. So, ഈ നമുക്ക് പഠിക്കാനുള്ള കവിത ഏതാണ്? ലയൺ ഹണ്ടേഴ്സ് എന്നുള്ളത്. അത് നമ്മൾ ആക്ച്വലി ഇൻസ്പയർഡ് ആയിട്ടുള്ളത് എവിടെ നിന്നാണ്? നമുക്കല്ലേ പഴയ ഒരു കഥ നമുക്കറിയാം, ദ ലയൺ ആൻഡ് ദി റാബിറ്റ് അല്ലെ. സോ ആ കഥ എന്ത് ചെയ്യാണ് ശരിക്കും? ദ ക്വസ്റ്റ്യൻ ഓഫ് മോർട്ടാലിറ്റി. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് വിൽ ഡൈ എന്നുള്ളതാണ്. മരിക്കുന്നത് എന്ന് പറയും അല്ലെ. നമ്മൾ മരിക്കാത്തതിന് നമ്മൾ എന്ത് പറയും? ഇമ്മോർട്ടൽ എന്ന് പറയും. മോർട്ടൽ ആൻഡ് ഇമ്മോർട്ടൽ. സോ മോർട്ടാലിറ്റി പറഞ്ഞാൽ നശ്വരമായത്. നമ്മൾ പറയില്ലേ നശ്വരം ആൻഡ് അനശ്വരം അല്ലെ. സോ മോർട്ടാലിറ്റി പറഞ്ഞാൽ നശ്വരമായത്, അതായത് നാശം സംഭവിക്കുന്നത്, മരിക്കാൻ ചാൻസ് ഉള്ളത്. സോ മോർട്ടാലിറ്റി, ആർട്ട് ആൻഡ് എറ്റേണിറ്റി അല്ലെ. ഇറ്റേണിറ്റി പറഞ്ഞ എന്താ? ഇറ്റേണൽ, എന്നും നിലനിൽക്കുന്നത് അല്ലെ. അതായത് ശാശ്വതമായത് എന്ന് പറയും നമ്മൾ അല്ലെ. എന്നും നിലനിൽക്കുന്നത്. സോ എന്നും നിലനിൽക്കുന്നത് അല്ലെ എന്താണ്? കലയാണ്. മനുഷ്യനും മരിച്ചാലും അല്ലെ കലയിലൂടെ അല്ലെ ആര് ജീവിക്കും? ഒരു എഴുത്തുകാരൻ ജീവിക്കും. ആ ഒരു കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത് അല്ലെ. ഏതിലൂടെ? ഒരു പഴയ ഒരു കഥയിലൂടെ അല്ലെ. ലയൺ ആൻഡ് ദി റാബിറ്റ് എന്നുള്ള കഥ. Art has been traditionally explained as a part of the human attempt to transcend the limitations of time. So, കല എന്നുള്ളത് അല്ലെ പരമ്പരാഗതമായിട്ട് എങ്ങനെയാണ് ആ കലയെ ആളുകൾ വിലയിരുത്തപ്പെടുന്നത്? അതല്ലേ മനുഷ്യന്റെ ഒരു തരം ശ്രമമാണ്. അതായത് ഒരു കലാകാരൻ അല്ലെ കലയിലൂടെ, തന്റെ കലാസൃഷ്ടിയിലൂടെ അവന്റെ മരണശേഷവും ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന അവനാണ്. സോ അവൻ തന്റെ കലയിലൂടെ അവൻ ശ്രമിക്കുന്നതും അതിനു വേണ്ടിയാണ് ആളുകളുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടുക എന്നുള്ളതാണ് എന്നും നിലനിൽക്കുന്നവനായിട്ട് കലയിലൂടെ ജീവിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പല കലാകാരന്മാരും ആ കല എന്ന് പറയുന്നത് തന്നെ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. The view that art defeats death and aspires to eternity is a claim that one often encounters in writings on literature. So, നമ്മൾ പലപ്പോഴും സാഹിത്യപരമായ എഴുത്തിൽ കാണുന്ന എൻകൗണ്ടർ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? ആർട്ട് ഡിഫീറ്റ്സ് ഡെത്ത് അല്ലെ. കല എന്തിനെ കീഴടക്കും? മരണത്തെ കീഴടക്കും എന്നുള്ളതാണ്. And aspires to eternity. സോ എന്നിട്ടല്ലേ അത് എന്തിലേക്ക്? ആസ്പയർ ഇറ്റ് വിൽ ഡിസയർ ആഗ്രഹിക്കുക. എന്തിലേക്ക് പോവാൻ? എറ്റേണിറ്റി എറ്റേണിറ്റിയിലേക്ക് പോവാൻ, നിത്യതയിലേക്ക് ഉയരാനായിട്ട് ഒരു എഴുത്തുകാരൻ എപ്പോഴും ആഗ്രഹിക്കും ആൾക്കാരുടെ മനസ്സിൽ ഒരു നിത്യഹരിത വനം പോലെ ഇങ്ങനെ തഴച്ച് നിൽക്കാനായിട്ട്. Each and every animal is prey to the lion. Now starts the
relating of the story, The Lion and the Rabbit, which is the poem. So ആണ് നമുക്കല്ലേ ആ ഒരു കഥ അറിയാം നമുക്കല്ലേ. ഇറ്റ്സ് എ വെരി ഓൾഡ് സ്റ്റോറി ദാറ്റ് വി ആർ ഓൾ ഫെമിലിയർ വിത്ത്, ബിക്കോസ് നമ്മൾ പണ്ട് മുതലേ കേട്ട് വരുന്ന ഒരു കഥയാണ്. ഏത്? ഒരു കാട്ടിലെ രാജാവാണ് ആര്? സിംഹം. നമുക്കറിയാമല്ലേ, കാട്ടിലെ രാജാവാണ് സിംഹം. സോ ലയൺ എന്ത് ചെയ്തു? കുറെ അല്ലെ വേട്ടയാടി മടുത്തപ്പോൾ ലയൺ പറഞ്ഞു, അല്ലെ ഐ കാണ്ട് അല്ലെ ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, ഹണ്ട് അല്ലെ, ഇറ്റ്സ് ബോറിങ് ഹണ്ടിങ് അല്ലെ, അങ്ങോട്ട് പോയി ഹണ്ട് ചെയ്യാം എന്നുള്ളത് അല്ലെ രാജാവായ തനിക്ക് ചേരാത്ത പണിയാണ്. സോ ബാക്കിയുള്ള എല്ലാ ജീവികളും അല്ലെ തൻ്റെ താഴെ വരുന്നവരാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഓരോ ദിവസം ഓരോ ജീവി വന്ന് എൻ്റെ ആഹാരമാകണം. സോ അങ്ങനെ ഓരോ ജീവികളും അല്ലെ ദിവസവും ഇവിടെ ചെല്ലാൻ തുടങ്ങി. നമ്മുടെ അല്ലെ സിംഹത്തിന്റെ അടുത്തോട്ട് പോകാൻ തുടങ്ങി. സോ അങ്ങനെ അവസാനം അല്ലെ ആരുടെ ഊഴം വന്നു? റാബിറ്റ് അല്ലെ, നമ്മുടെ വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു റാബിറ്റ് ആണ് അല്ലെ, ബുദ്ധി കൂർമ്മതയുള്ള ഒരു കുശാഗ്ര ബുദ്ധിക്കാരനായ ഒരു മുയലാണ്. സോ മുയൽ ഒരു ട്രിക്ക് പ്രയോഗിക്കുകയാണ് അല്ലെ. മുയൽ പറഞ്ഞു, നിങ്ങൾ പറയുന്നു നിങ്ങളാണ് ഈ കാട്ടിലെ രാജാവെന്ന്. സോ ആ കിണറ്റിലല്ലേ, അവിടെ അടുത്ത ഒരു പൊട്ടക്കിണറ്റിൽ ഒരു അതേ സിംഹം അല്ലെ, ഇതേപോലെയുള്ള ഒരു സിംഹമുണ്ട്, അതും പറയുന്നു അതാണ് രാജാവെന്ന്. സോ നിങ്ങളല്ലേ എങ്ങനെ ഇത് ശരിയാവും എന്നുള്ളതാണ്. സോ ഇത് കേട്ടതോടെ അല്ലേ സിംഹത്തിന് എന്തായി? ഞാൻ അല്ലേ അല്ലാണ്ട് ഇവിടെ വേറൊരു രാജാവോ എങ്കിൽ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം എന്നുള്ളതായി അല്ലെ. സോ അങ്ങനെ ആ കാര്യം അറിയാനായി സിംഹം എന്ത് ചെയ്യാണ്? ആ പൊട്ടക്കിണറ്റിൽ അല്ലെ മുയലിന്റെ നിർദ്ദേശപ്രകാരം പൊട്ടക്കിണറ്റിൽ എത്തി നോക്കുകയാണ്. അപ്പോൾ അല്ലെ ആരും എത്തി നോക്കും? പൊട്ടക്കിണറ്റിൽ അല്ലെ സിംഹത്തിന്റെ പ്രതിബിംബം കാണും. മുയൽ പറയുമല്ലേ, അതാ അല്ലെ അവനും അതാ നിങ്ങളെ നോക്കുന്നു എന്ന്. ഇനിയല്ലേ ഒന്ന് ഗർജിച്ചു നോക്കൂ എന്ന് പറയും. സോ അല്ലെ അവൻ നോക്കാലോ നമുക്കല്ലേ, അവൻ ഗർജിക്കുമെന്ന്. സോ സിംഹം എന്ത് ചെയ്യും? അതുപോലെ അല്ലേ ഒന്ന് ഗർജിച്ചു നോക്കും. സോ അപ്പോൾ അവിടെ നിന്നല്ലേ എന്ത് വരും? ആ ഒരു വെൻട്രിലിക്വിസം, ആ ഒരു പ്രതിധ്വനി അല്ലെ വരും. സോ ആ സിംഹത്തിന് അല്ലെ മനസ്സിലാവും എന്ത്? കിണറ്റിൽ വേറൊരു സിംഹമുണ്ട് അല്ലെ. സോ തൻ്റെ സ്ഥാനം അല്ലെ, രാജാവ് എന്ന സ്ഥാനം ഡേഞ്ചറിലാണ്. സോ ഇനിയല്ലേ എന്ത് ചെയ്യണം? ഈ ഫൈറ്റ് ചെയ്തല്ലേ ഈ സിംഹത്തെ കൊല്ലണം. സോ മുയൽ പറയും അല്ലെ ഫൈറ്റ് ചെയ്ത് അതിനെ കൊല്ലുവെന്ന്. അതോടെയല്ലേ എന്താണ് മണ്ടനായ സിംഹം കിണറ്റിലോട്ട് എടുത്തു ചാടും. സോ അങ്ങനെയല്ലേ മുയൽ എന്ത് ചെയ്യും? സ്വന്തം ജീവൻ അല്ലെ ബുദ്ധി ശക്തി കൊണ്ട് രക്ഷിക്കും. സ്വന്തം ജീവൻ അല്ലെ രക്ഷപ്പെടുത്തി മുയലെ അല്ലെ മറ്റു ജീവികൾക്കും എന്താവും? ഒരു രക്ഷയായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് മാറും. അതാണ് ഈ സ്റ്റോറി, ദ ലയൺ ആൻഡ് ദി റാബിറ്റ് എന്ന് പറയുന്ന സ്റ്റോറി. സോ അതാ പറയുന്നത്, ഈച്ച് ആൻഡ് എവറി ആനിമൽ ഈസ് പ്രേ ടു ദി ലയൺ. സോ ഓരോ ആനിമലും എന്താണ്? ലയണിന്റെ ഇരയാണ്. ദ ലയൺ റെപ്രസെന്റ്സ് ദി ഒംനിപൊട്ടന്റ് ഇംപെർവിയസ്നെസ് ഓഫ് ടൈം. സോ ലയൺ ഇവിടെ എന്താ കാണിക്കുന്നത്? ഒംനിപൊട്ടന്റ് അല്ലെ. ഒംനിപൊട്ടന്റ് പറഞ്ഞാൽ സർവശക്തനായ അല്ലെ, സർവശക്തനായ ഏറ്റവും ശക്തിയുള്ള ആരാണ്? ഇംപെർവിയസ്നെസ് പറഞ്ഞാൽ നോട്ട് ഡിസ്റ്റർബ്ഡ് അല്ലെ, ഹാംലെസ് എന്നുള്ളതാണ്. ഹാം ചെയ്യാൻ പറ്റാത്ത ടൈം അല്ലെ, സമയം. സോ സമയത്തെ അല്ലെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? കീഴ്പ്പെടുത്താൻ പറ്റില്ല അല്ലെ. നമ്മൾ പറയാറുണ്ട് ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ അല്ലെ. സമയവും കാലവും അല്ലെ, അല്ലെങ്കിൽ സമയവും തിരമാലകളും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല എന്നുള്ളതാണ്. സോ ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റാത്ത ഒന്നാണ് എന്ത്? സമയം എന്ന് പറയുന്നത്. However, the rabbit that the poet sends put an end to the lion's reign of terror. സോ അല്ലെ എന്നാലും അല്ലെ എന്ത് ചെയ്യാണ്? തൻ്റെ അല്ലെ ബാഡ് ടൈമിനെ മാറ്റിമറിക്കുന്ന ആളാണ് ആര്? റാബിറ്റ്. The poet sends puts an end to the lion's reign of terror. സോ നമ്മുടെ അല്ലെ കവി അല്ലെങ്കിൽ നമ്മുടെ എഴുത്തുകാരനാണ് ലൈക്ക് ആ ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ആ ഒരു ലയണിനെ എന്ത് ചെയ്യാണ്? ലയണിന്റെ ബാഡ് റൂള് അല്ലെ, റെയിൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഭരണം അല്ലെ, അത് അവസാനിപ്പിക്കുകയാണ് ആര്? റാബിറ്റ്. The poem lives on and through the poem the poet also aspires to eternity. സോ ഇവിടെ ലയണും റാബിറ്റും ഓരോ കാര്യത്തെ സിംബലൈസ് ചെയ്യുന്നവരാണ്
അതായത് മരണമല്ലേ, എല്ലാത്തിന്റെ അടുത്തും മരണം വരും അല്ലെ, എല്ലാത്തിന്റെ അടുത്തും മരണം വരും, എല്ലാവരും അല്ലെ മരിക്കുമെന്നുള്ളതാണ്. നിങ്ങളും അല്ലെ ഞാനും ഒരു ദിവസം മരിക്കുമെന്നുള്ളതാണ്. ബട്ട് അല്ലെ ഒരു എഴുത്തുകാരൻ, സോ ഇവിടെ റാബിറ്റ് ആരാണ്? എഴുത്തുകാരൻ അയക്കുന്ന അല്ലെ എഴുത്തുകാരന്റെ സൃഷ്ടി ആണ് ഏത്? ഒരു കഥ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കവിത എന്ന് പറയുന്നത്. സോ ഈ ലയണും റാബിറ്റിന്റെയും കഥ ആരെ എഴുതിയതാണ്? അതിനൊരു പ്രത്യേക ഓതർ ഇല്ല, അനോണിമസ് ഓതർ ആണ്. ഏതോ ഒരു എഴുത്തുകാരൻ എഴുതിയ കഥയാണ് അത് ഈ ലയണിന്റെയും റാബിറ്റിന്റെയും കഥ. എന്നിട്ടും ആ കഥ അല്ലെ ജീവിക്കുകയാണ് ആളുകളിലൂടെ അല്ലെ, അത് പിന്നെയും പിന്നെയും പറഞ്ഞല്ലേ ആ ഒരു കഥ. സോ കഥ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലെ, കഥ എന്ന് പറയുന്നത് ആ ഒരു എഴുത്തുകാരന്റെ മനസ്സിൽ നിന്ന് വന്ന വാക്കുകളാണ് അല്ലെ. സോ ആ എഴുത്തുകാരനും അല്ലെ ആരിലൂടെ ജീവിക്കുകയാണ്? ആ കഥയിലൂടെ ജീവിക്കുകയാണ്. സോ സമയത്തെ അല്ലെ കീഴ്പ്പെടുത്തിയവനായി ആര്? എഴുത്തുകാരൻ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പറയുന്നത് ഇവിടെ ലയൺ എന്നത് സിംബലൈസ് ചെയ്യുന്നത് എന്തിനെയാണ്? മരണത്തെയാണ്. സോ മരണം അല്ല, അത് എല്ലാവരുടെ അടുത്തും വരും അല്ലെ, എഴുത്തുകാരന്റെ അടുത്തും വരും. പക്ഷെ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് അതിനെ എങ്ങനെ ടൈം ചെയ്യും, എങ്ങനെ കീഴ്പ്പെടുത്തും? തന്റെ എഴുത്തിലൂടെ അല്ലെ. സോ എഴുത്തുകാരൻ മരിച്ചാലും റാബിറ്റ് മരിച്ചാലും അല്ലെ, അങ്ങനെ റാബിറ്റ് എഴുത്തുകാരനാണെങ്കിൽ അല്ലെ, എഴുത്തുകാരൻ മരിച്ചാലും എന്താവും? കഥ തുടർന്നുകൊണ്ടേയിരിക്കും അല്ലെ. സാഹിത്യം അല്ലെങ്കിൽ കല അല്ലെ, അത് യുഗങ്ങളോളം അല്ലെ ഇങ്ങനെ നീണ്ട് പോയിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ദ പോയം ലിവ്സ് അല്ലെ, ആ ഒരു കഥ അല്ലെങ്കിൽ കവിത ജീവിക്കുന്നു. ഓൺ ലിവ്സ് ഓൺ ആൻഡ് ത്രൂ ദ പോയം ദ പോയറ്റ് ഓൾസോ ആസ്പയർസ് ടു എറ്റേണിറ്റി. സോ കഥയിലൂടെ അല്ലെങ്കിൽ കവിതയിലൂടെ അല്ലെ എഴുത്തുകാരനും അല്ലെ എറ്റേണിറ്റി പറഞ്ഞാൽ നിത്യത അല്ലെ, നിത്യതയിലേക്ക് ഉയരുന്നു. The claims regarding the eternity of art and the concomitant eternity achieved by the artist is an extension of the concept of the author, which itself has undergone many transformations throughout the ages. So ആ ഒരു നിത്യത അല്ലെ, എന്നെന്നും നിലനിൽക്കുന്നത് എന്നുള്ള ആ ഒരു ആശയം, അതായത് കല എന്നെന്നും നിലനിൽക്കുന്നതാണ് എന്നുള്ള ആശയമുണ്ടല്ലോ. ദ concomitant eternity achieved by the artist. Concomitant പറഞ്ഞാൽ അസോസിയേറ്റഡ്. സോ കലയിലൂടെ അല്ലെ കലാകാരനും അല്ലെ എന്നും ജീവിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു കാര്യവും. ദ എക്സ്റ്റൻഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ഓതർ. സോ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഓതർ എന്നുള്ള ആശയത്തിന്റെ അല്ലെ ഒരു വ്യാപനമാണ്. അതായത് അതിന്റെ ഒരു ഫർദർ ഇന്റർപ്രിട്ടേഷൻ ആണ് ഏത്? എഴുത്തുകാരൻ എന്നുള്ളതിന്റെ ഇന്റർപ്രിട്ടേഷൻ ആണ് ഏത്? എഴുത്തുകാരൻ കഥയിലൂടെ ജീവിക്കും എന്നുള്ളത്. എങ്ങനെ? കഥ ആളുകളുടെ ഹൃദയത്തിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നുള്ളത്. സോ undergone many transformations throughout the ages. സോ ആ ഒരു അല്ലെ ഓതർ എന്നുള്ള ആശയം, എഴുത്തുകാരൻ അല്ലെങ്കിൽ കലാസൃഷ്ടിയുടെ അല്ലെ ആള് അല്ലെ, കലാസൃഷ്ടകൻ എന്ന് പറയില്ലേ, അയാള്, അതല്ല ഒരുപാട് യുഗങ്ങളോളം അല്ലെ ഡിസ്കസ് ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. അതിനൊരുപാട് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട്. In the Middle Ages, texts that were of a literary nature were accepted and read without anyone making much ado about the identity of the author. So, in the Middle Ages, അല്ലെ medieval period, അതായത് മധ്യകാല യുഗത്തിലുണ്ടല്ലോ, അപ്പോഴെന്താണ്? Texts that were of a literary nature were accepted and read without anyone making much about the identity of the author. ഓതർ ഇല്ലെങ്കിലും അല്ലെ മധ്യകാല യുഗത്തിലൊക്കെ എന്ത് ചെയ്യും? ടെക്സ്റ്റ് അല്ലെ, ടെക്സ്റ്റിന്റെ ആൾക്കാരുടെ പേര് അറിയില്ല ആരെ എഴുതിയെന്ന്, പക്ഷെ ആ ടെക്സ്റ്റ് അല്ലെ ആക്സെപ്റ്റ് ചെയ്യപ്പെടും, എല്ലാവരും അത് അല്ലെ ആഘോഷിക്കും. യുഗങ്ങളോളം ആ കവിത അല്ലെ ഇങ്ങനെ കൈമാറി വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. സോ മച്ചഡോ എന്ന് പറഞ്ഞാൽ എന്താ? മച്ച് ഫസ് അല്ലെങ്കിൽ ട്രബിൾ എന്നുള്ളതാണ്. അല്ല ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അല്ലെ ആളുകൾ ആ ഒരു ഓതറിനെ ഏറ്റെടുക്കുമെന്നുള്ളതാണ്. ഏത് ഓതറാണ് എന്ന് പേര് ഇല്ലെങ്കിൽ കൂടിയും അല്ലെ കഥ ഏറ്റെടുക്കും. A pseudonym was all that was required, and even if there were no names at all, it did not hamper the text being received and enjoyed as an authentic work of literature. സോ അല്ലെ എന്ത് മതി ആ സമയത്തൊക്കെ? ഒരു സ്യൂഡോണിം മതി അല്ലെ, അതായത് ഒരു കള്ളപ്പേര് അല്ലെ. എഴുത്തുകാർ പലപ്പോഴും പല അല്ലെ സ്യൂഡോണിം ഉപയോഗിക്കാറുണ്ട് ഇല്ലേ?
ചെറിയ അല്ലെ പേരുകൾ, അതായത് യഥാർത്ഥ പേരല്ലാത്ത അല്ലെ ഒരു പേര് ഉപയോഗിക്കും അവര് എഴുതുമ്പോൾ. സോ അല്ലെ അത് മതിയാകും എന്തേ ആൾക്കാരല്ലേ ടെക്സ്റ്റിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട്. ഇറ്റ് ഡിഡ് നോട്ട് ഹാമ്പർ ദ ടെക്സ്റ്റ്. അല്ല അത് എന്തിനെ ചെയ്യില്ല, ടെക്സ്റ്റിനെ അല്ലെ ഹാമ്പർ ചെയ്യില്ല, ടെക്സ്റ്റിനെ ഏത് വിധത്തിലും അല്ലെ ഒരു എന്തുണ്ടാക്കില്ല, ഹാം ഉണ്ടാക്കില്ല അല്ലെ, ടെക്സ്റ്റിന്റെ സ്വീകാര്യതയെ അത് ബാധിക്കുകയേ ഇല്ല എന്നുള്ളതാണ്. On the other hand, during the same period, scientific texts were accepted only if there was a certain amount of clarity regarding the identity of the author. അപ്പൊ അതേ സമയത്തല്ലേ സയൻസ് ടെക്സ്റ്റുകൾ, സയൻസ് എപ്പോഴും അല്ലെ തെളിവ് സഹിതം മാത്രമേ കാര്യങ്ങളെ സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏത് ഓതർ അയാളുടെ അല്ലെ സ്റ്റാൻഡേർഡ് എന്താണ് അല്ലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ അല്ലെ പരീക്ഷണത്തിലൂടെ ആ ഒരു ഓതർ പറയുന്ന കാര്യം ശരിയാണോ ഇതൊക്കെ നോക്കിയിട്ടേ അല്ലേ നമ്മൾ എന്ത് ചെയ്യൂ ആ ഒരു ടെക്സ്റ്റിനെ അല്ലെങ്കിൽ ഓതറിനെ അല്ലെ ഒരു സയൻസ് ടെക്സ്റ്റിനെ അല്ലെങ്കിൽ സയന്റിസ്റ്റിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. പക്ഷെ സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഏത് കഥയും അല്ലെ ആര് പറഞ്ഞു എന്നുള്ളതൊന്നും വലിയ മാറ്റർ അല്ല. അല്ലെ കഥ ആളുകളുടെ ഹൃദയത്തിലൂടെ ജീവിക്കുന്നു. അങ്ങനെ ആളുകളുടെ ഹൃദയത്തിലൂടെ ജീവിക്കുന്ന കഥയിലൂടെ കഥാകാരനും അല്ലെ യുഗങ്ങൾ താണ്ടി അല്ലെ ജീവിച്ചു വരുന്നു എന്നുള്ളതാണ്. സോ കല അല്ലെ എന്താണ്, മരണത്തെ കീഴ്പ്പെടുത്തുന്ന ഒന്നാണ് എന്നുള്ളതാണ് അല്ലെ പറഞ്ഞു വരുന്നത്. Now come to the poem. അതിനു മുമ്പേ അല്ലെ നമ്മുടെ ഇവിടെ ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ആർട്ട് ഈസ് മാൻസ് ഡിസ്റ്റിങ്ക്ട്ലി ഹ്യൂമൻ വേ ഓഫ് ഫൈറ്റിംഗ് ഡെത്ത്. ആരാ പറഞ്ഞിട്ടുള്ളത്? ലെനർഡ് ബാസ്കിൻ. ലെനർഡ് ബാസ്കിൻ, ലിയനാർഡ് അല്ല, എന്താണ് വായിക്കേണ്ടത്? ലെനർഡ് ബാസ്കിന്റെ ഒരു കൊട്ടേഷൻ ആണ്. സോ ആരാണ് ലെനർഡ് ബാസ്കിൻ? an അമേരിക്കൻ സ്കൾപ്റ്റർ ആണ് അല്ലെ, ഒരു അമേരിക്കക്കാരനായ ഒരു ഫേമസ് ശില്പിയാണ് ആര്? ലെനർഡ് ബാസ്കിൻ. സോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ത്? ആർട്ട് ഈസ് മാൻസ് ഡിസ്റ്റിങ്ക്ട്ലി ഹ്യൂമൻ വേ ഓഫ് ഫൈറ്റിംഗ് ഡെത്ത്. സോ മരണത്തെ തോൽപ്പിക്കാൻ അല്ലെ ഉള്ള മനുഷ്യന്റെ അല്ലെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടാലന്റ് ആണ് എന്ത്? കല എന്ന് പറയുന്നത്. സോ ഒരു കലാസൃഷ്ടിയിലൂടെ അല്ലെ എന്ത് ചെയ്യാണ് ഒരു കലാകാരൻ എറ്റേണിറ്റിയിലോട്ട് അല്ലെ വളരുകയാണ്. സോ ഇവിടെ നമ്മൾ പറഞ്ഞു അല്ലെ ലയൺ ഹണ്ടേഴ്സ്. സോ എനിക്ക് അതേ നമ്മുടെ കവിതയിലോട്ട് വരാം. ലയൺ എന്തിനെ കാണിക്കുന്നു? സിംബലൈസസ് ടൈം അല്ലെങ്കിൽ ഡെത്ത്. സോ സമയത്തെ അല്ലെങ്കിൽ മരണത്തെ കാണിക്കുന്നു ആര്? ലയൺ എന്ന് പറയുന്നത്. സോ ആ സമയത്തെ അല്ലെ അതിജീവിക്കുന്നവൻ ആണ് ആര്? റാബിറ്റ് അല്ലെ. റാബിറ്റ് എന്ത് ചെയ്യുന്നു? ലയണിനെ തോൽപ്പിക്കുന്നു അല്ലെ, എന്നിട്ട് അവസാനം എസ്കേപ്പ് ചെയ്യുന്നു അല്ലെ, ലയണ് കൊല്ലുന്നതിൽ നിന്നും സ്വയം എസ്കേപ്പ് ചെയ്യുന്നു. സോ ഇവിടെ റാബിറ്റ് ഒന്നുകിൽ അല്ലെ ഒരു കലാകാരനാവാം അല്ലെങ്കിൽ അവന്റെ കലാസൃഷ്ടി, അതാണ് ഇവിടെ റാബിറ്റ്. സോ ആരാണ് ഈ ലയൺ ഹണ്ടേഴ്സ്? അങ്ങനെ വായിച്ചെടുക്കുമ്പോൾ അല്ലെ ഹൂ ക്യാൻ ബി കോൾഡ് ലയൺ ഹണ്ടേഴ്സ്, സിംഹവേട്ടക്കാർ അല്ലെ എന്ന് വിളിക്കാൻ പറ്റുന്നവർ ആരാണ്? മരണത്തെ തോൽപ്പിക്കുന്നവൻ അല്ലെ, കലാകാരൻ. സോ ആർട്ടിസ്റ്റ് അവരാണ് ആര്? സിംഹ വേട്ടക്കാർ അല്ലെ, കാലത്തെ അല്ലെങ്കിൽ സമയത്തെ അല്ലെങ്കിൽ മരണത്തെ അല്ലെ അതിജീവിച്ച് ജീവിക്കുന്നവരാണ് ആര്? ലയൺ ഹണ്ടേഴ്സ് ഓർ the so-called famous artists. So a writer is like a lion hunter, the one who defeats death through his craft. നമുക്ക് വായിക്കാം. The lion kills and eats an animal each day. Elephant, donkey, camel, tiger, deer, buffalo. Each was a word. At last I said to my rabbit, you know the story. The rabbit still lives. The rabbit lives forever. When everything ends, I live in my words. ഇവിടെയല്ലേ ഇത് നമ്മുടെ വേറൊരു കാര്യം കൂടി നമ്മൾ ഈ കവിതയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. റൊളാൻ ബാർത്തസ്. സോ റൊളാൻ ബാർത്തസ് എന്ന് പറയുന്ന ഒരു വിമർശകൻ. സോ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്?
ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ദ ഡെത്ത് ഓഫ് ദി ഓതർ എന്ന് പറയുന്ന ഒരു എസ്സേ ഉണ്ട്. ദ ഡെത്ത് ഓഫ് ദി ഓതർ, അതായത് ഒരു വർക്ക്, ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു കവിത, ഒരു കഥ അല്ലെ ഒരു നോവൽ, അത് വായനക്കാരന്റെ കയ്യിൽ കിട്ടുമ്പോൾ അല്ലെ അവിടെ എന്താണ്, എഴുത്തുകാരൻ മരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ആ ഒരു വർക്ക് ജീവിക്കുന്നത് വായനക്കാരന്റെ സങ്കല്പത്തിലൂടെയാണ് എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത്. റൊളാൻ ബാർത്തസ്. സോ റൊളാൻ ബാർത്തസ് പറഞ്ഞ കാര്യം ഇതാണ്, അതായത് ദ ബർത്ത് ഓഫ് എ വർക്ക്, ദ ബർത്ത് ഓഫ് എ ബുക്ക് ഈസ് അറ്റ് ദ കോസ്റ്റ് ഓഫ് ദ ഡെത്ത് ഓഫ് ദി ഓതർ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതായത് അല്ലെ ഒരു ഓതറിന്റെ അല്ലെ മരണത്തിലൂടെ, അതിന്റെ വിലയിലൂടെയാണ് അല്ലെ ഒരു പുസ്തകത്തിന് വില കൈവരുന്നത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. മറ്റല്ലേ ഡി വിനയചന്ദ്രൻ നമ്മുടെ അല്ലെ കവി ഇവിടെ അതിനെ അല്ലെ എതിർക്കുന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവിടെ നമ്മൾ കാണുന്നത്. സോ അല്ലെ അങ്ങനെ ഒരു വർക്ക് അല്ലെ ആളുകളുടെ ഉള്ളിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലെ അവിടെ ഓതർ മരിക്കുകയല്ല, ശരിക്കും അവിടെ ഓതർ എന്ത് ചെയ്യാണ്, വായനക്കാരന്റെ അല്ലെ സങ്കല്പത്തിലൂടെ, ആ സങ്കല്പം ഉണ്ടാക്കിയത് ആരാണ്, ഒരു റൈറ്റർ ആണ് അല്ലെ. സോ ഒരു സങ്കല്പിക ലോകമല്ലേ ഒരു വായനക്കാരന്റെ മുമ്പിൽ തുറന്നു വച്ചത് ഒരു എഴുത്തുകാരനാണെങ്കിൽ അല്ലെ ആ ഒരു വായനക്കാരന്റെ അല്ലെ ഹൃദയത്തിലൂടെ എന്ത് ചെയ്യാണ്, ആ ഒരു എഴുത്തുകാരൻ ജീവിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഡി വിനയചന്ദ്രൻ പറയുന്നത് അല്ലെ. സോ അങ്ങനെ നോക്കുമ്പോൾ ഒരു നമ്മുടെ റൊളാൻ ബാർത്തസിന്റെ അല്ല ആ ഒരു ഐഡിയ അല്ലെ ദ ഡെത്ത് ഓഫ് ദി ഓതർ എന്ന് പറയുന്ന ഐഡിയക്ക് ഓപ്പോസിറ്റ് ആയിട്ടല്ലേ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കവിതയെ വായിക്കാം എന്നുള്ളതാണ്. സോ അല്ലെ ഈ ഒരു കവിതയെ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് അല്ലെ വിനയചന്ദ്രൻസ് ക്രിറ്റിസിസം അഗൻസ്റ്റ് ബാർത്തസ് ഐഡിയ ഓഫ് ദി ഡെത്ത് ഓഫ് ദി ഓതർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനെ നമുക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് നോക്കാം. കവിത Lionanders by D. Vinaychandran. The lion kills and eats an animal each day. The lion അല്ലെ, സോ ലയൺ ഇവിടെ സിംബലൈസ് ചെയ്യുന്നത് ഡെത്ത് ആണ്. സോ മരണം അല്ലെ അത് എന്ത് ചെയ്യുന്നു, ഓരോ ദിവസവും ഓരോ ആനിമലിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. സോ അല്ലെ നമ്മൾ അറിയാം അല്ലെ, ഇഫ് തിങ് അല്ലെ that it takes shape, it has to die one day or the other. It has to yield itself to death or time എന്നുള്ളതാണ് അല്ലെ. സമയത്തിന് അല്ലെങ്കിൽ മരണത്തിന് എല്ലാവരും കീഴടങ്ങണം അല്ലെ. അപ്പൊ no one is an exception അല്ലെ to that matter. അതുകൊണ്ട് തന്നെ അല്ലെ ആരൊക്കെ, elephant, donkey, camel, tiger, deer, buffalo. സോ എലിഫന്റ് അല്ലെ, അതായത് വളരെ ബുദ്ധിജീവിക്കൂ അല്ലെ ബുദ്ധിശക്തി കൂടിയ ഒരു ആനിമലാണ് ഇത് എലിഫന്റ് എന്ന് പറയുന്നത്. പിന്നെ ഡോങ്കി അല്ലെ, വളരെ നമ്മളെപ്പോഴും ബുദ്ധി കുറഞ്ഞ ഒരു ആനിമൽ ആയിട്ട് പറയുന്നവരാണ് ഡോങ്കി. സോ അങ്ങനെ നോക്കുമ്പോൾ അല്ലെ ബുദ്ധി കൂടിയ ആനിമൽ ആണെങ്കിലും കുറഞ്ഞ ആനിമൽ ആണെങ്കിലും അല്ലെ ക്യാമൽ ആണെങ്കിലും ടൈഗർ ആണെങ്കിലും ഡീർ ആണെങ്കിലും ബഫലോ ആണെങ്കിലും. സോ ടൈഗർ അല്ലെ വളരെ ഏറ്റവും ശക്തി കൂടിയ ഒരു ആനിമൽ ആണ് ഇത് ടൈഗർ. ഏറ്റവും അല്ലെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ആനിമൽ ആണ് ഇത് ഡിയർ അല്ലെ. ആ ഒരു ഡിയർ അല്ലെ മാൻ എന്ന് പറയുന്നത് അല്ലെ, മാന് എപ്പോഴും ശാന്ത സ്വഭാവമാണ്. സോ ഇവിടെ ഉദ്ദേശിച്ചത് അല്ലെ ബുദ്ധി കൂടിയവനായാലും കുറഞ്ഞവനായാലും, ശക്തി കൂടിയവനായാലും കുറഞ്ഞവനായാലും അല്ലെ ആരാണെങ്കിലും എവ്രിതിങ് ഈസ് സബ്ജക്ട് ടു ഡെത്ത് അല്ലെ. മരണത്തിനെല്ലാം ഒരേപോലെയാണ്. അവിടെ എന്തില്ല അല്ലെ ഒരു തരം ഡീവിയേഷൻ അല്ലെ എന്താ പറയാ കാറ്റഗറൈസേഷനും ഇല്ല എന്നുള്ളതാണ്. സ്പെഷ്യൽ ആയിട്ടല്ലേ ഒരു കൺസേൺ ആർക്കും അല്ലെ മരണത്തിന് മുമ്പിൽ ഇല്ല. സോ അതുകൊണ്ട് തന്നെ അല്ലെ എന്താണ്, ഈച്ച് വാസ് എ ബേർഡ് അല്ലെ, എല്ലാം അത് എലിഫന്റ് ആണെങ്കിലും ഡോങ്കി ആണെങ്കിലും ക്യാമൽ ആണെങ്കിലും ഇറ്റ് വാസ് അല്ലെ എവറിത്തിങ് വാസ് എ വേർഡ് ടു ഡെത്ത് എന്നുള്ളതാണ്. സോ വേർഡ് എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് എന്താണ്, ഏത് വേർഡാണത്, മരണം എന്നുള്ള വാക്ക്. സോ ഓരോ ആനിമലും അല്ലെ ഒരു ഒറ്റ വേർഡാണ് അവസാനം. ആ വേർഡ് ഏതാണ് അല്ലെ, നമ്മളും അല്ലെ അവസാനം ഒരൊറ്റ വേർഡായി മാറും. ഏതാണ് ആ വേർഡ്? ജനനം എന്നുള്ള ഒരു വേർഡ് ഉണ്ടെങ്കിൽ അല്ലെ അതിന്റെ മറുപുറത്തായിട്ട് അല്ലെ അതിന്റെ ആ ഒരു നാണയത്തിന്റെ അപ്പുറത്ത് മരണം എന്നുള്ള ആ ഒരു വാക്ക് അഫ്കോഴ്സ് അല്ലെ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഈച്ച് വാസ് എ വേർഡ് അല്ലെ. സോ ടു ഡെത്ത് അല്ലെ മരണത്തിന് എന്താണ്, എല്ലാം ഒരു വാക്കാണ് അല്ലെ. അതെന്താണ്, മരണം എന്നുള്ള വാക്ക് തന്നെയാണ്.
So to death, each was a word. That word is death itself. At last, I sent my rabbit. But അല്ല ഇങ്ങനെയൊക്കെ ആണെങ്കിലും അല്ല ഞാൻ അവസാനം എന്ത് ചെയ്തു? എന്റെ റാബിറ്റിനെ പറഞ്ഞയച്ചു. നമ്മൾ പറഞ്ഞു അല്ലെ ഇവിടെ റാബിറ്റ് സിംബലൈസസ് ഹിസ് റൈറ്റിംഗ് അല്ലെങ്കിൽ ഹിസ് ക്രാഫ്റ്റ്. ആ ഒരു എഴുത്തുകാരന്റെ സൃഷ്ടി അല്ലെങ്കിൽ ഒരു കലാകാരന്റെ കല അല്ലെ, അതാണ് റാബിറ്റ് കാണിക്കുന്നത്. അങ്ങനെ ഞാൻ അവസാനമല്ല എന്ത് ചെയ്തു? എന്റെ സൃഷ്ടിയെ അല്ലെ ആളുകളുടെ ഇടയിലേക്ക് അയച്ചു എന്നുള്ളതാണ്. കാലത്തിലേക്ക് അല്ലെ പറഞ്ഞയച്ചു. കാലത്തിന്റെ അല്ലെ ടൈമിന്റെ മുമ്പിലേക്ക് എന്റെ അല്ലെ കഥയെ അല്ലെങ്കിൽ സൃഷ്ടിയെ ഞാൻ പറഞ്ഞു വിടുകയാണ്. യു നോ ദ സ്റ്റോറി. അല്ലെ നിങ്ങൾക്ക് ആ കഥയെ അറിയാം. ഞാനത് അല്ലെ പറയേണ്ട കാര്യമില്ല. നമുക്കല്ലെ പരിചയമുള്ള ഓൾഡ് സ്റ്റോറി അല്ലെ. സിംഹത്തിന് മുമ്പിൽ റാബിറ്റ് പോയിട്ട് അല്ലെ റാബിറ്റ് എങ്ങനെ സിംഹത്തെ കണ്ണിങ്ങിലി ഹാൻഡിൽ ചെയ്ത് അല്ലെ സ്വയം മരണത്തിൽ നിന്നും ഒഴിവായി വന്നു എന്നുള്ള കഥ നിങ്ങൾക്കറിയാം അല്ലെ. ഞാനത് പറയേണ്ട കാര്യം ഇല്ല. യു നോ ദ സ്റ്റോറി അല്ലെ. അതുകൊണ്ട് എന്താ യു നോ ദ സ്റ്റോറി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ത്രൂ യുവർ റീഡിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മൈ സ്റ്റോറി. സോ അല്ലെ എങ്ങനെ നിങ്ങൾക്ക് ആ കഥ അറിയുന്നത്? അല്ലെ ഓരോരുത്തരും പറഞ്ഞു വന്നിട്ടാണ്. ആ ഒരു കഥ അല്ലെ പ്രത്യേകിച്ച് ഒരു ഓതറിന്റെ പേരില്ല എന്നുള്ളതാണ്. അതാണ് ആ കഥയുടെ പ്രത്യേകത. ഇറ്റ് ഈസ് എൻ അനോണിമസ് സ്റ്റോറി. അനോണിമസ് എന്ന് പറഞ്ഞാൽ എ വർക്ക് അല്ലെ. ദ ഓതർ ഈസ് അൺനോൺ എന്നുള്ളതാണ്. ദ ഓതർ ഈസ് നോട്ട് അല്ലെ നോൺ. ഇറ്റ് ഈസ് നോട്ട് നോൺ അല്ലെ ഹു ഹാസ് റിയലി worked behind the construction of a poem or a story. അല്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നുണ്ട് this work is anonymous എന്ന്. സോ അങ്ങനെയുള്ള അനോണിമസ് സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ യു നോ ദ സ്റ്റോറി അല്ലെ നിങ്ങൾക്ക് ആ കഥ അറിയാം. അത് പറയുന്നതിലൂടെ നമ്മുടെ കവി എന്തും കൂടിയാണ് പറയുന്നത്? ത്രൂ യുവർ റീഡിങ് അല്ലെ നിങ്ങളുടെ റീഡിങ്ങിലൂടെ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ അല്ലെ നിങ്ങൾക്ക് ആ കഥ അറിയാം അല്ലെ എന്റെ കഥ അറിയാം. അതുകൊണ്ട് തന്നെ അല്ലെ എന്നെ അറിയാമെന്നുള്ളതാണ്. സോ ഞാൻ ആരോ ആവട്ടെ അല്ലെ എന്റെ വാക്കുകളാണ് അല്ലെ ആ കഥ. സോ ആ കഥയിലൂടെ ഞാനും അല്ലെ നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. സോ ദ റാബിറ്റ് സ്റ്റിൽ ലീവ്സ്. അതുകൊണ്ട് തന്നെ അല്ലെ ആ റാബിറ്റ് അല്ലെ നമ്മുടെ കഥ അല്ലെങ്കിൽ എന്റെ സൃഷ്ടി അല്ലെ എന്റെ കല അതെന്ത് ചെയ്യാണ്? That still lives through your reading, through your understanding of my story of the lion and the rabbit. The rabbit lives forever. So lion മുമ്പിൽ റാബിറ്റ് അല്ലെ എന്താണ് വിജയിച്ചു. കാലത്തിന് മുമ്പിൽ അല്ലെ മരണത്തിന് മുമ്പിൽ എഴുത്തുകാരൻ അല്ലെ വിജയിക്കുകയാണ്. അവന്റെ സൃഷ്ടി അല്ലെ കാലങ്ങൾ കടന്നും അല്ലെ ആളുകളുടെ ഉള്ളിൽ ജീവിച്ചു വരികയാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ അല്ലെ ദ റാബിറ്റ് ലിവ്സ് ഫോർ എവർ അല്ലെ. റാബിറ്റ് ഈസ് ഷുവർലി ഇറ്റ് വിൽ ലിവ് അല്ലെ ഈവൻ ആഫ്റ്റർ everyone അല്ലെ everyone passes away. The rabbit has the destiny to live forever എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? When everything ends, I live in my words. അതുകൊണ്ട് അല്ലെ എല്ലാം അവസാനിക്കുമ്പോൾ that means when everything ends അല്ലെ that means when I too die അല്ലെ ഞാനും മരിക്കുമ്പോൾ എല്ലാം മരിക്കുമ്പോൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അല്ലെ even I too will die അല്ലെ ഞാനും മരിക്കും അല്ലെ. but even after that അല്ലെ I live in my words. I live through my words എന്നുള്ളതാണ്. I live through the power of my words അല്ലെ. though I have given no name of mine on my pages. എന്റെ അല്ലെ പേജുകളിൽ എന്റെ പുസ്തകത്തിൽ എന്റെ താളുകളിൽ അല്ലെ എന്റെ നെയിം ഞാൻ എടുത്ത് ചേർത്തിട്ടില്ലെങ്കിൽ കൂടിയും എന്റെ ഹൃദയത്തിന്റെ വാക്കുകളിലൂടെ നിങ്ങളുടെ ഹൃദയത്തിലല്ലേ ഞാൻ എന്നും ജീവിക്കുന്നു. കാലത്തെ സമയത്തെ മരണത്തെ അതിജീവിച്ച് അല്ലെ ഞാൻ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ്. So this is the poem Lion Hunters. So who are the lion hunters? Artist അല്ലെങ്കിൽ അല്ലെ ഒരു കലാസൃഷ്ടി ചെയ്യുന്ന ആള് അല്ലെ ഒരു റൈറ്റർ എന്നൊക്കെ നമുക്ക് പറയാം. The poem is translated to English by C. Padmanabhan. So that's all the poem is about.
The next class we will meet again with the next chapter.